Hi students. നമ്മളുടെ നീറ്റ് എക്സാം അടുത്ത് വരുന്നു. നിങ്ങൾക്കിതാ നിങ്ങളുടെ ബോർഡ്സിൻ്റെ എക്സാം ഡേറ്റും അടുത്ത് വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് അറിയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യണം. രണ്ടും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ക്ലാസ് 12th ബോർഡ് എക്സാം. അപ്പോൾ അതിൻ്റെ സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്കോറാണത്. അറ്റ് ദ സെയിം ടൈം നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ജസ്റ്റ് ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാതെ എല്ലാവരും അതൊരു എന്താ പറയുക ഒരു സ്മാർട്ട് ചോയ്സ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളെ കാണുന്നത്. നീറ്റ് എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റും നിങ്ങൾക്ക് ഈ സമയത്ത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ആകെ ടെൻഷനിലാണ്. കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻസിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്. അതേപോലെ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ഇപ്പോൾ ലൈവ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്, മിസ്സേ എന്ത് ഫോക്കസ് ചെയ്യണമെന്ന് പറ്റുന്നില്ല, ആകെ ടെൻഷനിലാണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാനാണ് വന്നത്. ബേസിക്കലി നിങ്ങളിപ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ജെന്യുവൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫ്രം എ വെരി റിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ലൈഫിൽ, അതായത് നിങ്ങളുടെ സ്കൂൾ ലൈഫ് എൻഡ് ചെയ്യുകയാണ്, അതൊരു ഫൈനൽ എക്സാം ആണ്. ആൻഡ് ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിലെ അഡ്മിഷനും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്കൊരു ഡീസൻറ്റ് സ്കോർ അതിൽ വേണം. പക്ഷേ ഐ വോണ്ട് സേ ലൈക്ക് ഫുൾ A+ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏറ്റവും 100% സ്കോറിൽ ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ബിക്കോസ് നിങ്ങൾക്കറിയാം, എപ്പോഴും മിസ് പറഞ്ഞിരുന്ന കാര്യമാണ്, ഏതൊരു കോമൺ എൻട്രൻസ് എക്സാം ആകട്ടെ, ഒരു കോമൺ യൂണിവേഴ്സിറ്റി ആവട്ടെ, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കൊരു ആവറേജ് സ്കോറാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് 70%, 80%, അല്ല 80% ഒന്നും അല്ല, 60 to 70% ഇടയിലാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ സ്ട്രെസ് ചെയ്യരുത്, ഒരുപാട് പ്രഷറിലേക്കുള്ള നിങ്ങളെ തന്നെ കൊണ്ടുപോകരുത്. അറ്റ് ദ സെയിം ടൈം നീറ്റ് എക്സാം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം നിങ്ങൾ നല്ലൊരു സ്കോറോടുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജസിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ MBBS ഡിഗ്രി ഫിനിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം MBBS എന്ന് പറയുന്നത് മെഡിക്കൽ ഡിഗ്രി ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷണൽ കോഴ്സസ്. അപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഫ്യൂച്ചറിനും അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഗോയിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്, അല്ലേ? അപ്പോൾ രണ്ടിനും നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ നീറ്റിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് കുറേ മക്കൾക്കൊക്കെ അതിനെക്കുറിച്ച് എന്താ പറയുക, കുറച്ചൊരു അപ്ഡേറ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. നീറ്റ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ മുൻപും മിസ് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞൊരു 5 വർഷമായിട്ടുള്ള നീറ്റിൻ്റെ പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും, അതായത് നിങ്ങൾ നീറ്റ് എഴുതുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, സോളജി എന്നുള്ള സബ്ജക്ട്സിലായിരുന്നല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് തരുമായിരുന്നു. അതിൽ 45 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ ആൻസർ ചെയ്യണത്. അതായത് സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മുതൽ അങ്ങനെയല്ല. കോവിഡ് വരുന്നതിന് മുമ്പ് ഉള്ള പഴയ പാറ്റേൺ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണ്. കോവിഡ് മുമ്പ് ഉണ്ടായിരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ നിർബന്ധമായിട്ടും 45 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. 45 ഫിസിക്സ്, 45 കെമിസ്ട്രി, 45 ക്വസ്റ്റ്യൻസ് ഇൻ ബോട്ടണി, 45 ക്വസ്റ്റ്യൻസ് ഇൻ സുവോളജി. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് +4 മാർക്കും, ഓരോ റോങ് ആൻസറിനും നിങ്ങൾക്ക് -1 മാർക്കും. അങ്ങനെ ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ആണ്. 180 മൾട്ടിപ്ലൈഡ് ബൈ 4 720ലാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത്? ഈ വർഷം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഇല്ല. അതായത് സെക്ഷൻ ബി എന്ന് അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. പ്രീ കോവിഡ് ടൈംസിലെ അതേ പാറ്റേണിലേക്ക് നീറ്റ് എക്സാം തിരിച്ചു വരികയാണ്. അപ്പോൾ പ്രീ കോവിഡ് ടൈമിലെ നീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരുന്ന മറ്റൊരു വ്യത്യാസമാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. ക്വസ്റ്റ്യൻസ് എല്ലാം NCERT ബേസ് ആയിട്ട് തന്നെയാണ് വരിക. പക്ഷേ കുറേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, കുറച്ച് നമ്മൾ ചിന്തിച്ചൊക്കെ ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾക്ക് വരികയായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, പിന്നെ മറ്റൊരു മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് ഓഫ് ദി എക്സാമിലാണ്. അതായത് ആദ്യം നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റും ആയിരുന്നു. 2 PM to 5:20 PM ആയിരുന്നു നമ്മുടെ എക്സാം ടൈം. ഇപ്പോൾ ആ എക്സ്ട്രാ 20 മിനിറ്റ്സ് അവർ റിമൂവ് ചെയ്തിട്ട് 3 to 5 PM ആക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് 180 മിനിറ്റ്സ് ആണ് നമ്മുടെ എക്സാം വരുന്നത് ആൻഡ് നമ്മൾക്ക് ആൻസർ ചെയ്യേണ്ടത് 180 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ മക്കൾ ഒരിക്കലും വിചാരിക്കരുത് 180 മിനിറ്റ്സ് 180 ക്വസ്റ്റ്യൻസ് അപ്പോൾ 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻസ് അങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ടൊന്നും ചിലപ്പം എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ചിലത് നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല, പക്ഷേ ചിലത് നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും സോൾവ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ 180 മിനിറ്റ്സ് 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം എക്സാം ഹാളിൽ കയറി കഴിയുമ്പം അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവും. ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്തേക്ക് വരും, കുറച്ച് ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യമുണ്ട്, തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്, ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ OMR ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സമയം പോകും. അപ്പോൾ ആദ്യത്തെ ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ ഈ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയമാണ് നമുക്ക് കിട്ടുക. അതായത് അറൗണ്ട് 160 മിനിറ്റ്സ് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. 160 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 മണിക്കൂറും 40 മിനിറ്റുമാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാം ടൈമായിട്ട് കരുതേണ്ടത്. കാരണം കുറച്ച് സമയം, പിന്നെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, ആദ്യമായിട്ടൊക്കെ എഴുതുന്നതല്ലേ, പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരും, പിന്നെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സായിട്ടോ കുറച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടൊക്കെ കുറച്ച് സമയം പോകും അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ ഒരിക്കലും മക്കൾ 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ എന്നുള്ള ആ ഒരു പ്ലാനിൽ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ +2 പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നീറ്റ് എക്സാമിനും. അപ്പോൾ ഒരുവിധ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 11th ടോപ്പിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നീറ്റിൻ്റെ സിലബസിന് 11th 12th ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ജനുവരി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫെബ്രുവരി മാസം തുടങ്ങാൻ പോവുകയാണ്. ഫെബ്രുവരി മാർച്ചിലാണല്ലോ നിങ്ങളുടെ ബോർഡ് എക്സാം. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രാക്ടിക്കൽസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നിങ്ങളെല്ലാവരും ഇപ്പം കുറേ പേര് സ്റ്റഡി ലീവ്സിലേക്കൊക്കെ ഇനി പോവുമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെജോറിറ്റി ഓഫ് ദ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കാം. ബിക്കോസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അതിനും പഠിക്കണം. പക്ഷേ നമുക്ക് നീറ്റിനെ വിടാൻ പറ്റില്ല. കാരണം നീറ്റ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ സിലബസിന് കുറച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വി വിൽ ഹാവ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. അപ്പം ഞാൻ മക്കളോട് പറയേണ്ടതെന്ന് അറിയാം, ഒരു സ്മാർട്ടായിട്ടൊരു കാര്യം ചെയ്യാം. സെയിം സിലബസ് തന്നെയല്ലേ നമ്മൾ നീറ്റിനും ബോർഡ്സിനും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേ ചാപ്റ്റേഴ്സ് തന്നെ, അതായത് നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന് 12th സിലബസ് ആണല്ലോ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. നിങ്ങൾ ഈ ഫെബ്രുവരി മാർച്ച് മാസം മുഴുവൻ നിങ്ങളുടെ പരീക്ഷയുടെ കഴിയുന്ന ആ സമയം വരെ 12th സിലബസ് അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. അതായത് 12th എല്ലാ ടോപ്പിക്സും, നിങ്ങളുടെ ബോർഡ് എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അപ്പോൾ അതിന് തന്നിരിക്കുന്ന നോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ച് നിങ്ങൾ എഴുതി പഠിക്കുകയോ വായിച്ച് പഠിക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അതേ ദിവസം തന്നെ, നിങ്ങളത് പഠിക്കുന്ന അതേ ദിവസം തന്നെ വൈകുന്നേരം നിങ്ങൾ NCERT വായിക്കുക. അതേ ചാപ്റ്ററിന്, സപ്പോസ് നിങ്ങൾ വായിക്കുന്ന തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ അതിന് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ നോട്ട്സും ഒക്കെ നിങ്ങൾ രാവിലെ സമയത്ത് ഒരു ദിവസത്തിൽ ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു ദിവസം നമ്മൾ 6 മണിക്കൂർ പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 4 മണിക്കൂർ നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സിലബസ് ആണെങ്കിൽ, ബാക്കിയുള്ള ഒരു 2 മണിക്കൂർ നിങ്ങൾ NCERT വായിക്കാനും അതേ ചാപ്റ്ററിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ NCERT വായിക്കുക. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നീറ്റ് പാറ്റേണിലുള്ള MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ ബയോളജി പഠിക്കുകയാണെങ്കിൽ അതേപോലെ ബയോളജി നമുക്ക് ബയോടെക്നോളജി പഠിക്കാനുണ്ട്. അപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്നുള്ള വലിയ ചാപ്റ്ററാണ്. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന ചാപ്റ്ററാണ്. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് പഠിക്കുന്ന സമയത്ത് വൈകിട്ടത്തെ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള NCERT നല്ലപോലെ വായിക്കാനും നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഈ നീറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നെന്നുള്ള ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മോക്ക് എക്സാമുകൾ. നമ്മൾ സൈലം തന്നെ നിങ്ങൾക്കായിട്ട് ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒരുപാട് എക്സാമുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ എക്സാംസ് ഉണ്ട്. അപ്പോൾ പറ്റുന്നത്രയും എക്സാമുകൾ നിങ്ങൾ എഴുതുക. ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ബിക്കോസ് നിങ്ങൾ ആ എക്സാം പാറ്റേൺ എന്നുള്ള ടച്ച് വിട്ടു പോകരുത്. എത്ര പ്രാക്ടീസ് ചെയ്ത്, കാരണം OMR ഫില്ല് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതുവരെ എഴുതിയ പോലെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണുള്ള എക്സാം അല്ലല്ലോ. നിങ്ങളൊരു MCQ ക്വസ്റ്റ്യനിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്തിട്ട് അത് OMR മാർക്ക് ചെയ്യല്ലേ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മോക്ക് എക്സാം മാക്സിമം നിങ്ങൾ എഴുതണം. നിങ്ങളിപ്പോൾ 12th ടോപ്പിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ സിലബസിലുള്ള മോക്ക് എക്സാമുകൾ എഴുതിയാൽ മതി. ഓക്കെ, ഓൺലൈനായിട്ട് എഴുതാം, ഓഫ്ലൈനായിട്ടും എഴുതാം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാർച്ചിൽ നമ്മുടെ ബോർഡ് എക്സാമാണ്, നമ്മൾ അതും പഠിച്ചു. അപ്പോൾ 12th സിലബസ് നമ്മൾ ഫെബ്രുവരി മാർച്ച് കൊണ്ട് ഒരുവിധം സെറ്റാക്കി.
ഇനി ഏപ്രിൽ മാസം വരും. ഏപ്രിൽ മാസം നമ്മൾ ക്ലാസ് 11th സിലബസിൽ നമ്മൾ ഇതുവരെ നോക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ 11 ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സസ് കാണാം. അപ്പോൾ 11 ടോപ്പിക്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവൈസ് ചെയ്യുക. ഏപ്രിൽ മാസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. 11th ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ക്വസ്റ്റ്യൻസ് വന്നത്. കാരണം നമുക്ക് ഇപ്രാവശ്യം ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റിൽ നമുക്ക് സ്മാർട്ട് ലേണിങ്ങും കൂടി ചെയ്യാം. അതായത് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന സബ്ജക്റ്റ് ഏതാണോ അതിൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ എന്താ പറയുക കുറച്ച് ക്വസ്റ്റ്യൻസ് വിട്ടാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഡീസൻറ്റ് സ്കോർ വാങ്ങിക്കാം. നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് തന്നെ മേടിക്കാം. ബയോളജി ഒക്കെ എസ്പെഷ്യലി കൂടുതൽ പേർക്കും കംഫർട്ടബിൾ ആയിട്ട് സബ്ജക്റ്റാണ്. അപ്പം ബോട്ടണിയിലും സുവോളജിയിലും ഫുൾ മാർക്ക് 180 ടോട്ടൽ ബയോളജിയിൽ 360 മേടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ മിസ് പറയുന്നത് നിങ്ങൾ മാക്സിമം മോക്ക് എക്സാമുകൾ എഴുതുക. അതായത് മാർച്ചോടെ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുന്നു. പിന്നെ നിങ്ങൾ 11th ടോപ്പിക്സും റിവൈസ് ചെയ്യണം. ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. കാരണം ഈ മോക്ക് എക്സാമിലൂടെയാണ് നമ്മൾ OMR ഫില്ല് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത്. OMR ഫില്ല് ചെയ്യുന്നത് തെറ്റിപ്പോയി, അതിൽ ചെറിയ മിസ്റ്റേക്സ് വന്ന് നീറ്റിലൊക്കെ ഒരുപാട് മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. അത് നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത കാര്യമല്ലേ, അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ടൈം മാനേജ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ നമ്മളുടെ ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ മിസ് പറഞ്ഞതുപോലെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും തന്നെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷേ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് നെഗറ്റീവ് മാർക്കിംഗ് കൂട്ടണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. അതിൽ ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നീറ്റ് 2025 ഈസി ആയിരിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് നടന്നു, കഴിഞ്ഞ വർഷം നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെയുള്ള പാറ്റേൺ എന്തൊക്കെയായിരുന്നു, ഇതുവരെ എഴുതിയത് വേറെ രീതി, ഇനി എഴുതാൻ പോകുന്ന വേറെ രീതി, അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താ പറയുക, ഒരു ലക്കി ബാച്ച് ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് നിങ്ങൾക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നല്ലതാക്കാൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ടും നന്നായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ബോർഡ്സിനും നല്ല മാർക്ക് വാങ്ങിക്കും, നീറ്റിനും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. നിങ്ങളൊന്ന് റീചാനൽ ചെയ്ത് നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ. ആൻഡ് ടൈം മാനേജ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഹോളിലെ ടൈം മാനേജ്മെൻറ്റ് അത് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ മോക്ക് എക്സാം എഴുതുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഐ ഹോപ്പ് ദിസ് സ്മോൾ സെഷൻ വാസ് ഹെൽപ്ഫുൾ. ഇനിയുള്ള ഒരുപാട് ടിപ്സും സ്ട്രാറ്റജീസുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ഗുഡ് ലക്ക്.